ഹലോ നമസ്കാരം. പ്ലാസിയും ബക്സർ കലാപങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം നേടിക്കൊടുത്ത രണ്ട് കലാപങ്ങൾ 1757 പ്ലാസിയും 1764 ബക്സറും. ഇതിനുശേഷം 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ശക്തമായ ഒരു കലാപം നമ്മൾ കാണുന്നത്. അത് 1757 കലാപമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവതരിപ്പിച്ച എൻഫീൽഡ് P53 ഗണത്തിൽ വരുന്ന റൈഫിലുകളായിരുന്നു. ഇതിൻ്റെ കാട്രിഡ്ജുകൾ നിർമ്മിച്ചിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടായിരുന്നു എന്നതും അന്നത്തെ ശിപായിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു മുസ്ലിം ശിപായികൾക്ക് ഇതിൻ്റെ ഉപയോഗം സാധ്യമല്ല എന്ന് പറഞ്ഞതും കലാപം വളരെ രൂക്ഷിതമാകാനുള്ള സാഹചര്യം വരുന്നു. കാര്യം സ്വാഭാവികമായും പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പടങ്ങിയ കാട്രിഡ്ജുകൾ ഉപയോഗിക്കുക വഴി അന്നത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിലെ ശിപായികളുടെ മതവിശ്വാസങ്ങളെ അത് തകർക്കുന്നതായിരുന്നു. അങ്ങനെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപം പിന്നീട് 19ാം നേറ്റീവ് ഇൻഫൻട്രിയും അതുപോലെ തന്നെ മംഗൾ പാണ്ഡെ ഉണ്ടായിരുന്ന 34ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിലൂടെയും കലാപം ആളിപ്പടർന്നു. 1857 ഏപ്രിൽ 8 അങ്ങനെ 1857 ആദ്യ രക്തസാക്ഷിയായി മംഗൾ പാണ്ഡെ മാറുകയുണ്ടായി. തുടർന്ന് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കലാപകാരികൾ ബ്രിട്ടീഷുകാരുടെ കൈവശം നിന്നും ഡൽഹി പിടിച്ചെടുത്തു. ഷഹൻഷാ ആയി ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തിയായി അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ നിയമിക്കുകയും ചെയ്തു. 1857 ഓഗസ്റ്റ് 25 ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് മുഗൾ ഭരണാധികാരികൾ അസംഗഡ് വിളംബരം പുറപ്പെടുവിച്ചു. കലാപം അങ്ങനെ കൂടുതൽ ശക്തമായി. ഒടുവിൽ നഷ്ടപ്പെട്ടുപോയ ഡൽഹി തിരികെ പിടിക്കുവാൻ ജോൺ നിക്കോൾസൺ എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിൽ ഒരു അക്രമ പരമ്പര തന്നെ ബ്രിട്ടൻ നടത്തുകയുണ്ടായി. ആ പരമ്പരയിൽ ഡൽഹിയെ പൂർണ്ണമായും അടിച്ചമർത്തുകയും അങ്ങനെ ഡൽഹിയുടെ കശാപ്പുകാരൻ എന്ന പേര് ജോൺ നിക്കോൾസന് സ്വന്തമാവുകയും ചെയ്തു. തുടർന്ന് വില്യം ഹോട്ട്സന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഡൽഹിയിൽ കലാപം നടത്തിയിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെയും കീഴടക്കിയതോടുകൂടി ഡൽഹിയിലെ കലാപം അവസാനിച്ചു. എന്നാൽ ഈ കലാപം ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. ഉത്തരേന്ത്യയിലെ പ്രധാനമായും കാൺപൂരിൽ നാനാ സാഹിബ്, താന്തിയ തോപ്പി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ബക്ത് ഖാനും, ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാനും, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ് തുടങ്ങിയ നിരവധി കലാപകാരികളും കലാപ കേന്ദ്രങ്ങളും നമുക്ക് 1857 കലാപത്തിൽ കാണാൻ സാധിക്കും. ഒടുവിൽ ഈ കലാപം അവസാനിക്കുന്നത് ഇന്ത്യയിലെ ഭരണപരമായ വലിയൊരു മാറ്റം കൊണ്ടുവന്നുകൊണ്ടാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലെ ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ കീഴിൽ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അവതരിപ്പിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചു. അന്നു തുടങ്ങിയ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വലിയൊരു മാറ്റം പിന്നീടുമുണ്ടായി. 1857 കലാപത്തിന്റെ കഥകൾ ഒരുപാടധികം നമുക്ക് ഇനിയും പറയാനുണ്ട്. പക്ഷേ ഡൽഹിയിലെയും ഈ പറഞ്ഞ പ്രധാന കലാപ കേന്ദ്രത്തിലെയും കഥകൾ പക്ഷേ വളരെ രക്തരൂക്ഷിതവുമായിരുന്നു. കൂടുതൽ കഥകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം പോകുന്നു. ബൈ.